ലക്ഷത്തിന്റെ ഇത് ബിബിൻ ജോർജിന്റെ കഴിഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡ്രീം ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്ക് എന്ത് ചെയ്യുന്നത് 17 ലക്ഷം രൂപ അടച്ചു കൊടുത്തിട്ട് വിദേശത്തേക്ക് പോകാൻ വീണ്ടും തയ്യാറെടുക്കുന്നത്. എങ്ങനെയെങ്കിലും പോകണം, അതങ്ങനെ ആയിരിക്കും. കാരണം കുറെ പ്രസ്റ്റീജ് ഇഷ്യൂ ഉണ്ടാവും. എങ്ങനെയെങ്കിലും പോകാമെന്ന് ഓർത്ത് ഭയങ്കര ഹോപ്പിലിരിക്കുമ്പോൾ പോകാൻ പറ്റാതാകുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടല്ലോ, ആ ഒരു വിഷമത്തിലാണ് അടുത്തൊരു ഏജൻസിക്ക് ഇവർ പൈസ കൊടുക്കുന്നത്. കൊല്ലം സ്വദേശി, ഇവരുടെ സ്വദേശത്ത് തന്നെയാണ്, അതുപോലെ തന്നെ UK-യിലുള്ള ആളാണ്. അവർക്ക് പൈസ കൊടുക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. അതിലും ഞാൻ ഇവരെ മാക്സിമം സഹായിക്കാനേ നിന്നിട്ടുള്ളൂ. കാരണം ഇവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ ഇവർക്ക് എന്താണ് IHS ഫണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള, ഇപ്പോഴും ചാനലുകാർ വിളിക്കുമ്പം ഞാൻ എന്തുകൊണ്ടാണ് കുറേയൊക്കെ സഹകരിക്കുന്നു, കുറെ ഞാൻ സഹകരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ന്യായമോ നീതിയോ കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് മുതലാണോ ഇതിനകത്ത് ഇരയായത്, ആ ഒരു സമയം തൊട്ട് എനിക്ക് എന്താണ് പറയുക, ഇത് എങ്ങനെയെങ്കിലും, കാരണം ഒരു വീഡിയോയ്ക്കകത്ത് പോലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇതെന്തായാലും ചാനൽ വഴി തന്നെ, കാരണം ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണും, അറസ്റ്റ് ചെയ്തു. പിന്നീടുള്ള വാർത്തകൾ ചിലപ്പോൾ അധികം ആരും കണ്ടില്ല എന്ന് വരും.